ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 6-ാം ഭാഗം. രചന ആമിക. അവതരണം ബിൻസു ഷിജി. യെസ് സർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമുണ്ട്. കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചെറിയ തോതിൽ മയക്കുമരുന്നിൻ്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ കുഞ്ഞ് മരിക്കുന്നതിന് മുൻപ്, മണിക്കൂറുകൾക്ക് മുൻപ് അവൾ കഴിച്ച ഏതെങ്കിലും പാനീയത്തിലോ ഭക്ഷണത്തിലോ ആരോ അത് വളരെ ആസൂത്രിതമായി കലർത്തി കൊടുത്തതാകാം എന്നാണ് ഡോക്ടർ സംശയിക്കുന്നത്. അതുകൊണ്ടാണ് കൊലയാളി മുറിയിൽ വന്ന് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പോലും ആ കുട്ടി വേദന അറിയാതെ, ഒന്ന് പിടയാൻ പോലും കഴിയാതെ ആഴത്തിലുള്ള മഴക്കത്തിലേക്ക് വീണുപോയത്. സുഖം മേശപ്പുറത്തേക്ക് അല്പം കൂടി ആഞ്ഞു നിന്നുകൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. പിന്നെ ഏറ്റവും ഭീകരമായ കാര്യം, ലത്താൽ ഇഞ്ചക്ഷൻ രീതിയിലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള മരുന്ന് ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ താൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എസ് പി കസേരയിലേക്ക് അല്പം മുന്നോട്ട് ആഞ്ഞിരുന്ന് കൗതുകത്തോടെ ചോദിച്ചു. അത് സാർ, 2-3 മരുന്നുകൾ കൃത്യമായ അളവിൽ കൂട്ടി യോജിപ്പിച്ച് അതീവ മാരകമായ ഒരു മിശ്രിതം തയ്യാറാക്കി അത് മനുഷ്യ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന രീതിയാണിത്. സാധാരണ വിദേശ രാജ്യങ്ങളിലൊക്കെ ദയാവധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ടെക്നിക്കാണ്. ആ ഇഞ്ചക്ഷൻ കൃത്യമായി സിരകളിലേക്ക് ചെന്നെത്തിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഹൃദയമിടിപ്പ് നിശ്ചലമാകും. പുറമേ നോക്കിയാൽ ഹൃദയാഘാതം എന്ന് മാത്രമേ തോന്നിക്കൂ. സുഗു വിശദീകരിച്ചു. വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ആ റിപ്പോർട്ടിൽ? പിന്നെയുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതും ഒപ്പം വേദനിപ്പിക്കുന്നതുമാണ് സാർ. സുഗുവിൻ്റെ ശബ്ദമൊന്ന് താഴ്ന്നു. ആ കുട്ടി മുൻപ് പലപ്പോഴായി ക്രൂരമായി ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട്. പക്ഷേ മരണം നടന്ന ദിവസങ്ങളിലൊന്നുമല്ല ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ നിന്ന് സെമൻ്റെ അംശമോ അങ്ങനെയുള്ള മറ്റു പുതിയ തെളിവുകളോ കണ്ടെത്താൻ ഡോക്ടേഴ്സിന് സാധിച്ചിട്ടില്ല. ഷിറ്റ്! അപ്പോൾ ആ വീട്ടിൽ തന്നെയാണോ ആ മൃഗമുള്ളത്? ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? ഇല്ല സാർ, ഇന്നത്തെ കാലത്ത് ആരെ വേണമെങ്കിലും സംശയിക്കാമല്ലോ. ആ കുഞ്ഞിൻ്റെ സ്വന്തം പിതാവ് ഉൾപ്പെടെ ചുറ്റുമുള്ള എല്ലാവരെയും സംശയനിഴലിൽ നിർത്തേണ്ടി വരും. കാരണം ആ കുട്ടി വളരെ നല്ലൊരു പ്രകൃതമായിരുന്നു. സ്വയം അങ്ങനെയുള്ള തെറ്റുകളിലേക്ക് വഴുതി വീഴാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു പാവം കുട്ടി. അപ്പോൾ ആരോ അവളെ ഭയപ്പെടുത്തിയും മയക്കിയും ചൂഷണം ചെയ്യുകയായിരുന്നു. സുഖു പറഞ്ഞു നിർത്തി. താൻ ആ കുട്ടിയുടെ മാതാപിതാക്കളുമായി വിശദമായി സംസാരിച്ചോ? എന്താണ് അവരുടെ നിലപാട്? എസ് പി ചോദിച്ചു. സാറേ, ഞാൻ അവരുമായി സംസാരിച്ചു. ആ കുട്ടി ചെറുപ്പം മുതൽ ആരോടും അധികം സംസാരിക്കുന്ന പ്രകൃതമല്ലായിരുന്നു. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനും വായിക്കാനുമൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ്. അവളുടെ ആ വ്യക്തിപരമായ സ്പേസിലേക്ക് വീട്ടുകാർ പോലും അധികം എത്തി നോക്കാറ് പതിവില്ലായിരുന്നു. തന്നെയുമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന വിവരം അറിഞ്ഞത് അതുമുതൽ അവർക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ യാതൊരു താല്പര്യവുമില്ല സാർ. ആകെ ഉണ്ടായിരുന്ന ആ കൊച്ചുമകൾ പോയി. അതിൻ്റെ കൂടെ ഇതുപോലൊരു നാണക്കേട് കൂടി താങ്ങാൻ ആ മാതാപിതാക്കളുടെ മനസ്സ് തയ്യാറാകുന്നില്ല. ഇനിയിപ്പോൾ അവരറിയാതെയുള്ള ഒരു രഹസ്യ അന്വേഷണം, അതുമാത്രമേ നമ്മുടെ മുൻപിലൊരു വഴിയുള്ളൂ. ശരി, അപ്പോൾ ആ ഫൈസലിൻ്റെ കാര്യമോ? അവൻ എന്താണ് പറയുന്നത്? അതിലും വിചിത്രമാ സാറേ. ആ കുട്ടിയുടെ മരണദൃശ്യങ്ങൾ കിട്ടിയ ആ മൊബൈൽ ഫൈസലിൻ്റേതാണ്. ആ ഒരൊറ്റ തെളിവിൽ നമുക്ക് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കോടതിയിലെത്തും മുൻപ് തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ നമ്മൾ വലിയ വിഡ്ഢികളാവും. എന്തിനാ സാർ നമ്മൾ ആ പണിക്ക് നിൽക്കുന്നത്? ആ പയ്യൻ ഈ മരണം നടക്കുന്നതിന് എത്രയോ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിൽ ദുബായിലേക്ക് പോയിരുന്നു. അവനെ കാറിൽ കൊണ്ടുപോയി എയർപോർട്ടിലാക്കിയത് ഈ മരിച്ച കുട്ടിയുടെ സ്വന്തം വാപ്പയാണ്. ഇങ്ങനെ ഒരവസ്ഥയിൽ എന്തു ചെയ്യാനാകും സാർ? നമ്മൾ കണ്ടെത്തിയ തെളിവുകൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് പോലും വിശ്വസിക്കാനാകുന്നില്ല. പിന്നെ എങ്ങനെ നമ്മൾ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കും? സുഗു ഒന്ന് നിർത്തി മേശപ്പുറത്തിരുന്ന് തുവാലയെടുത്ത് നെറ്റിയിൽ പിടിഞ്ഞ് വിയർപ്പ് തുടച്ചു. കൂടുതൽ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ നടത്താതെ ഈ കേസ് കോടതിയിലെത്തിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരാളെയും പരസ്യമായി അറസ്റ്റ് ചെയ്യാനും കഴിയില്ല. അല്ലെങ്കിൽ ഫൈസലിനെ എന്തെങ്കിലും പറഞ്ഞ് നാട്ടിലേക്ക് വിളിച്ചു വരുത്തി ആരും അറിയാതെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ അവിടെയും നിയമപരമായ പ്രശ്നങ്ങളുണ്ട് സർ. സുഗു തികഞ്ഞ പോലീസുകാരൻ്റെ ബുദ്ധിയോടെ പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താണ് ഒരു മാർഗം? നെറ്റിയിലെ വിയർപ്പൊപ്പിക്കൊണ്ട് CI ചോദിച്ചു. അതെനിക്കറിയില്ല. പക്ഷെ നമ്മളതിന് പുതിയ മാർഗങ്ങൾ കണ്ടെത്തിയേ പറ്റൂ. നമ്മുടെ ഹിഡൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ആരെയെങ്കിലും ഈ കേസ് ഏൽപ്പിച്ചാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃത്യമായ ഉത്തരം കിട്ടിയേക്കാം. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ പറഞ്ഞതാ. സുഗു അല്പം സങ്കോചത്തോടെ പറഞ്ഞു. എസ് പിയുടെ നെറ്റി ചുളിഞ്ഞു. എടോ സുഗു, അതൊക്കെ വലിയ സെൻസേഷണൽ ഇഷ്യൂസും അന്താരാഷ്ട്ര തലത്തിലുള്ള കുറ്റകൃത്യങ്ങളും കൈകാര്യം ചെയ്യാനായി നമ്മൾ അതീവ രഹസ്യമായി വട്ടം കൂട്ടിയിരിക്കുന്ന സ്പെഷ്യൽ ടീമാണ്.
ഇതുപോലൊരു ലോക്കൽ കേസിനൊക്കെ അവരെ വിളിക്കാൻ പറ്റുമോ? ഇതിപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനം പോകുന്ന കേസാ സാറേ. സുഖുവിൻ്റെ മുഖത്ത് നിരാശ പടർന്നു. ഈ കഥയൊക്കെ പുറം ലോകവും നാടും അറിഞ്ഞാൽ ഇതിലും വലിയ സെൻസേഷണൽ കേസ് വേറെ ഉണ്ടാവില്ല. എന്തായാലും എൻ്റെ സാധാരണ ബുദ്ധിക്ക് ഇനി ഇത് വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല. പിന്നെ സാറിനറിയാമല്ലോ, കുട്ടിയുടെ അച്ഛൻ ജമാൽ വലിയ രാഷ്ട്രീയ പണസ്വാധീനമുള്ള ആളാണ്. കേസ് ഒതുക്കി തീർക്കാൻ മുകളിൽ നിന്ന് പ്രഷർ വരാൻ അധികം സമയം വേണ്ട. ആ AC റൂമിലെ തണുപ്പിലും അന്തരീക്ഷം വീണ്ടും വലിഞ്ഞു മുറുകി. മേശപ്പുറത്തിരുന്ന കേസ് ഫയലിലേക്ക് നോക്കി വലിയൊരു ചിന്താക്കുഴപ്പത്തോടെ CI കസേരയിലേക്ക് ചാരിയിരുന്നു. ഇനിയിപ്പോൾ എന്തു ചെയ്യും സുഖു? ഇതുപോലൊരവസ്ഥയിൽ നമുക്ക് മുൻപിൽ എന്താ വഴിയുള്ളത്? ഒരുപക്ഷെ ഇതുപോലൊരു വിചിത്രമായ സംഭവം വേറെ എവിടെയെങ്കിലും മുൻപ് നടന്നിട്ടുള്ളതായി തനിക്കറിയാമോ? അങ്ങനെ എന്തെങ്കിലും മുൻപ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വഴിക്കൊന്ന് നോക്കാമായിരുന്നു. CI ആലോചനയോടെ ചോദിച്ചു. സർ, ഞാൻ നമ്മുടെ സ്റ്റേഷനിലെ പഴയ ക്രൈം റെക്കോർഡുകളെല്ലാം ഓടിച്ചൊന്ന് പരിശോധിച്ചിരുന്നു. നമ്മുടെ പരിധിയിൽ അങ്ങനെ ഒരു കേസ് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരോടോ ചോദിച്ചാൽ അവരുടെ സർവീസ് കാലയളവിൽ ഇങ്ങനൊരു അസാധ്യ കേസ് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അറിയാമായിരുന്നു. സുഖു തൻ്റെ മനസ്സിലെ വഴി പങ്കുവച്ചു. അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. SP ഇടപെട്ടു. ആ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റർനെറ്റ് ഹിസ്റ്ററിയോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇന്നത്തെ കാലം പുതുതലമുറയുടേതല്ലേ, അതിലൂടെ എന്തെങ്കിലും ക്ലൂ കിട്ടിയാലോ? അവിടെയാണ് സാർ കാര്യങ്ങൾ കൂടുതൽ രസകരവും നിഗൂഢവുമാകുന്നത്. സുഖുവിൻ്റെ സ്വരത്തിൽ വല്ലാത്തൊരു ഗൗരവം നിറഞ്ഞു. ആ കുട്ടിക്ക് സ്വന്തമായി ഇൻ്റർനെറ്റോ ഫോണോ ഒന്നുമില്ലായിരുന്നു. ആവശ്യത്തിൽ കൂടുതൽ പണവും സ്വാധീനവുമുള്ള ആളാണ് ജമാലിക്ക. പക്ഷേ ആ കുട്ടി ഈ ഡിജിറ്റൽ ലോകത്തോടൊന്നും ഒട്ടും താല്പര്യം കാണിക്കാറില്ലായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇനിയിപ്പോൾ അവളുടെ സെർച്ച് ഹിസ്റ്ററി നോക്കണമെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട എല്ലാവരുടെയും ഫോണുകൾ നമ്മൾ പരിശോധിക്കേണ്ടി വരും. കാരണം വല്ലപ്പോഴും എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇൻ്റർനെറ്റ് ആവശ്യമായി വന്നാൽ മുന്നിൽ കാണുന്ന ആളുടെ ഫോൺ വാങ്ങി ഉപയോഗിക്കുക, അതായിരുന്നു അവളുടെ ശീലം. എൻ്റെ സാറേ, എനിക്ക് ഇത്രയൊക്കെ കണ്ടെത്താനേ പറ്റൂ. ഇതിനു മുകളിലേക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. സുഖു തികഞ്ഞ നിസ്സഹായതയോടെ ഉദ്യോഗസ്ഥനെ നോക്കി. മുറിയിൽ വീണ്ടും വലിയൊരു മൗനം പടർന്നു. SP മേശപ്പുറത്തിരുന്ന പേനയെടുത്ത് വിരലുകൾക്കിടയിലിട്ട് തിരിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അയാൾ സുഖുവിനെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു. തൽക്കാലം ഈ കേസന്വേഷണം താൻ തന്നെ ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി സുഖു. ആ കുട്ടിയുടെ ഫാദർ ജമാൽ ഇന്ന് രാവിലെ എന്നെ പേഴ്സണലായിട്ട് വന്ന് കണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ അവർക്ക് ഈ കേസുമായി ഇനി മുന്നോട്ട് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. സമൂഹത്തിൽ തൻ്റെയും തൻ്റെ അന്തസ്സായ കുടുംബത്തിൻ്റെയും പേര് ചീത്തയാകുന്നത് അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതാ ജമാലിൻ്റെ പ്രശ്നം. അതുകൊണ്ട് തെളിയാതെ കിടക്കുന്ന ഒരുപാട് അജ്ഞാത കേസുകളുടെ കൂട്ടത്തിൽ ഇതും അങ്ങനെ കിടക്കട്ടെ. അല്ലാതെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തു ചെയ്യാനാ? SP ഒന്ന് നിർത്തി സുഖുവിൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഞാൻ ഈ വിചിത്രമായ കാര്യങ്ങളെല്ലാം നമ്മുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടി രഹസ്യമായി ഒന്ന് ചർച്ച ചെയ്യാം. തൽക്കാലം ഈ പറഞ്ഞ വിവരങ്ങളൊന്നും ഒരു കാരണവശാലും മീഡിയ അറിയണ്ട, മനസ്സിലായല്ലോ? തൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ സുഖുവിന് എന്തെന്നില്ലാത്തൊരു ഞെട്ടലാണ് തോന്നിയത്. നീതി കിട്ടേണ്ട ഒരു പാവം കുഞ്ഞിൻ്റെ കൊലപാതക കേസ് വെറും നാണക്കേടിൻ്റെ പേരിൽ ജമാൽ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണോ? അതോ ആ എയർപോർട്ട് കഥയ്ക്കും വിദേശയാത്രയ്ക്കും പിന്നിൽ ജമാൽ പോലും അറിയാത്ത മറ്റാരോ ആണോ കളിക്കുന്നത്? സുഖുവിന് തൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അമർഷം തോന്നി. കേസ് ഡയറിയും എടുത്ത് അയാൾ ആ ഓഫീസിന് പുറത്തേക്ക് കടക്കുമ്പോൾ കല്ലൂർക്കാട് ഗ്രാമത്തിൻ്റെ കാതുകളിൽ പുലർച്ചെ കേട്ട ആ മരണപ്പാട്ടിൻ്റെ ഈണം വല്ലാത്തൊരു പ്രതികാരത്തോടെ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ കേസ് ഞാനിവിടെ പോയി അന്വേഷിക്കാനാ? സ്റ്റേഷൻ്റെ പടവുകൾ ഇറങ്ങി ജീപ്പിലേക്ക് കയറുമ്പോൾ അയാൾ സ്വയം പറഞ്ഞു. അയാൾ ആ കേസ് അവിടെ ഇട്ട് തല പുകയ്ക്കട്ടെ. നമുക്ക് ഈ കഥയുടെ ഒളിഞ്ഞിരിക്കുന്ന വേരുകൾ തേടി വേറൊരു വഴി വരെ പോയി വരാം. പിറ്റേന്ന് പ്രഭാതം പൊട്ടിവിടരുമ്പോൾ കല്ലൂർക്കാട്ടിൽ നിന്നും ഏറെ ദൂരെ മറ്റൊരു നാട്ടിൽ സുന്ദരമായൊരു ഗ്രാമം. ഗ്രാമീണ നിഷ്കളങ്കതയുടെ മനോഹരഭാവമായ ആൽത്തറയും അമ്പലവും പള്ളിയും കുളവും എല്ലാം കൊണ്ട് പ്രകൃതി അനുഗ്രഹിച്ച ഒരിടം. ഈ ഗ്രാമത്തിന് പ്രത്യേകിച്ചൊരു പേരിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും ഇവിടെ ഗ്രാമീണതയുടെ നിഷ്കളങ്കമായ കുസൃതികളുണ്ട്. പരസ്പരം കൈമാറാത്ത പ്രണയങ്ങളുണ്ട്. ആരും അറിയാത്ത വേദനകളുണ്ട്. നാഗരിക സംസ്കാരത്തിൻ്റെ കപടതകൾക്ക് ഒരുപാടൊന്നും പിടികൊടുക്കാത്ത ഒരിടം. ഇന്നത്തെ കാലഘട്ടത്തിൽ നഗരങ്ങളിൽ അന്യം നിന്നുപോയൊരു കലാരൂപമാണ് അമ്പലനടയിലും പള്ളിയുടെ നടയിലുമൊക്കെ വായി നോക്കി നിൽക്കുന്ന കൗമാരപ്രായക്കാർ. ഇന്നത്തെ ലോകം മൊബൈൽ സ്ക്രീനിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയിരിക്കുന്നുവെങ്കിലും ഈ ഗ്രാമം ആ പഴയ രസകരമായ ഓർമ്മകളെ ഇന്നും നെഞ്ചോട് ചേർക്കുന്നുണ്ട്. അവിടുത്തെ യുവാക്കൾ സമയം കൊല്ലുന്നത് ഒരിക്കലും മൊബൈലിലെ പോണോഗ്രാഫി വീഡിയോകൾ കണ്ടുകൊണ്ടല്ല,
നേരെ മറിച്ച് നിഷ്കളങ്കമായ ഗ്രാമീണ വർത്തമാനങ്ങളും കൊച്ചു കൊച്ചു തമാശകളുമൊക്കെയായി സൗഹൃദം എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം യുവതീ യുവാക്കളാണ് ഇവിടെ ഉള്ളത്. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.